വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിൽക്കുന്ന പ്രസീതയും ഗൗരിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഷംഷാദ് സാറൊക്കെ വരുമ്പോൾ സാർ ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെ നേരത്തെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ക്യാമ്പസിൽ നിൽക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങോട്ട് വരാറുണ്ട്. എന്നെ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ചെയ്ത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു MSc ആർട്സ് കോളേജിൽ പഠിച്ചു തുടങ്ങിയത്. ശരിക്കും ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ തയ്യാറാണ്, ഇവിടെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്യാനോ. പക്ഷെ എക്സാം എഴുതി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. എക്സാം വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിലൊരു വലിയ സപ്പോർട്ട് ആ ഒരു ടീമിനുണ്ട്. ഓഫ്കോഴ്സ് കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, കുറെ ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. തനിച്ച് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ബുക്കൊക്കെ ആയിട്ട് അവിടെ വരും. രാത്രിയിൽ ഞങ്ങൾ ഇരുന്ന് പഠിക്കും, രാവിലെ അവൾ ഇവിടെ നിന്ന് വീണ്ടും എക്സാം എഴുതും. ഇതായിരുന്നു ഞങ്ങളുടെ റൊട്ടീൻ. ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ നെറ്റിനൊരു ട്രൈ കൊടുത്തില്ലല്ലോ, ഒന്ന് ശ്രമിക്കാത്തത് കൊണ്ട് കിട്ടിയില്ലല്ലോ, അങ്ങനെ ഒരു റിഗ്രറ്റ് വരാതിരിക്കാനാണ് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരുന്നത്. 2025 ഓഗസ്റ്റിൽ ഞങ്ങൾ ബെഞ്ചിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്ത വർഷം അതേ സമയമാകുമ്പോൾ IISc-യിലേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും PhD-ക്ക് അഡ്മിഷൻ കിട്ടുമെന്ന്. ഹായ്, എൻ്റെ പേര് ഗൗരി. ഹായ്, ഞാൻ പ്രസീത. ഞാൻ ഡിഗ്രി ചെയ്തത് MG കോളേജിലായിരുന്നു. ഗൗരി ഡിഗ്രി ചെയ്തത് വിമൻസ് കോളേജിലായിരുന്നു, തിരുവനന്തപുരം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു MSc ആർട്സ് കോളേജിൽ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അന്ന് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് വരുമായിരുന്നു. കമ്പൈൻ സ്റ്റഡിയാണ് ഞങ്ങൾക്ക് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2024 ഡിസംബറിലാണ് ആക്ച്വലി ഞങ്ങളുടെ റിസൾട്ട് വരുന്നത്. കേരള യൂണിവേഴ്സിറ്റി കുറച്ച് ലാഗായിരുന്നു. സോ അതിനുശേഷം ആണ് ഞങ്ങൾ നെറ്റ് പ്രിപ്പയർ ചെയ്യണം, നെറ്റായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നെറ്റ് സെക്യൂർ ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ രണ്ടാളും +2 കഴിഞ്ഞിട്ട് കോച്ചിങ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. നീറ്റിന്റെ കോച്ചിങ്ങിനോ അങ്ങനെ ഒരു കോച്ചിങ്ങിനും ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ലൈഫിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന കോച്ചിങ് നെറ്റിന്റെ കോച്ചിങ് ആണ്. ആ സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങൾ കൂടുതലും കണ്ടത് ഫിസിക്കൽ കെമിസ്ട്രി ക്ലാസ്സസ് ആണ് ഇജാസ് സാറുടെ. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആ സമയത്ത് തന്നെ ഞാൻ ഒരു 1 മന്തോളം ഐസർ തിരുപ്പതിയിൽ പ്രൊജക്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ടായി. എൻ്റെ മാരേജ് ഒന്ന് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല പല തിരക്കിന്റെ ഇടയിലും ഞങ്ങൾ രണ്ടുപേരും വിളിക്കും, പക്ഷെ എപ്പോഴും സങ്കടം, ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തേ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടായി. അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഇജാസാന്റെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫിസിക്കലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്ട്രോങ് പോയിന്റ്. അപ്പോൾ അതില് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, എങ്ങനെയും നെറ്റ് എഴുതി എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു ഞങ്ങൾ വന്നേ. അപ്പോ അങ്ങനെ ഒരു ഓഫ്ലൈൻ ഒരു ക്ലാസ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസംബറിലേക്ക് വേണ്ടി ഒരു ഓഫ്ലൈൻ ബാച്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ബെഞ്ചിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഓപ്ഷൻ. കാരണം ഓൾറെഡി ഞങ്ങൾ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തിരുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ ഞങ്ങൾ കൂടുതലും ഫിസിക്കൽ കെമിസ്ട്രി തന്നെയാണ് കണ്ടത്, ഇജാസ് സാറുടെ ഒക്കെ ക്ലാസ് ആണ് കണ്ടത്. അപ്പോൾ കൺസെപ്റ്റ് ഡ്രിവണായി തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും ബെഞ്ചിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഓഗസ്റ്റ് ബാച്ചിലേക്ക്, അതായത് ഡിസംബറിലെ എക്സാം എഴുതാൻ വേണ്ടി ഓഗസ്റ്റ് ബാച്ചിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോടേക്ക് വരുന്നത്. നവംബർ 17-നൊക്കെയാണ് ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഡിസംബർ 18 ആയിരുന്നു ഞങ്ങളുടെ മെയിൻ നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഡിസംബർ ഫസ്റ്റ് വീക്ക് ആവുമ്പോൾ, അതായത് എക്സാമിനൊരു 2 വീക്ക് മാത്രം ബാക്കിയുള്ള സമയത്ത് എനിക്കൊരു ദിവസം ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു വയറുവേദന വന്നു, ഭയങ്കര ഇന്റൻസ് ആയിട്ട്. അപ്പോ എന്നെ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ചെയ്ത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവര് എമർജൻസി സ്കാനിങ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോ അവിടെ നിന്ന് പറഞ്ഞത് ഒരു എമർജൻസി സർജറി ചെയ്യേണ്ടി വരും, ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ പാടാണെന്ന് പറഞ്ഞു. അപ്പോ അത്രയും വരെ ഇന്റൻസ് വർക്ക് കൊടുത്തിട്ട് പിന്നോട്ട് പോവാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നതുകൊണ്ട് ഞാൻ മെഡിക്കേഷൻ ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. സർജറി കുറച്ചുകൂടി മുന്നോട്ടേക്ക് വെച്ചിട്ട് മെഡിസിൻ എടുത്തുകൊണ്ട് എക്സാമിന് എന്തായാലും പോകണം എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവിടെ ഇരുന്നിട്ട് ഞാൻ ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതുന്നുണ്ട്, അഡ്മിറ്റ് ആണ്. അപ്പോ അവിടെ എന്നെ കാണാനാണ് ഒരു ദിവസം പ്രസി വരുന്നത്. തനിച്ച് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ബുക്കൊക്കെ ആയിട്ട് അവിടെ വരും. രാത്രിയിൽ ഞങ്ങൾ ഇരുന്ന് പഠിക്കും, രാവിലെ അവൾ ഇവിടെ നിന്ന് വീണ്ടും എക്സാം എഴുതും. ഇതായിരുന്നു ഞങ്ങളുടെ റൊട്ടീൻ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് അവളുടെ ലെഗിന് ഫ്രാക്ചർ ഉണ്ടായി. അതേ ഹോസ്പിറ്റലിൽ തന്നെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇവളെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. അപ്പോ ഒരു റൂമിൽ തന്നെ ഒരു ബെഡിൽ ഞാനും അപ്പുറത്തെ ബെഡില് ഇവളും. അങ്ങനെയായിരുന്നു. പറയുമ്പോ ഇപ്പോ നമ്മള് ചിരിച്ചിട്ട് പറയുന്നുണ്ടെങ്കിലും അന്ന് ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് ആയിരുന്നു. കാരണം ഒരാളെ വയ്യാണ്ടായി, അപ്പോ അവൾക്ക് സപ്പോർട്ടിനായിട്ട് മെന്റലി ഞങ്ങൾ ഡൗൺ ആയി. അപ്പൊ ഞാൻ ഇവിടുന്ന് ബുക്കൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെന്നിരുന്ന് ഒരുമിച്ച് പഠിക്കാം, അവളും ഓക്കെ ആവണം, ഞാനും ഓക്കെ ആവണം.
അപ്പോഴാ ഞാനും ഇങ്ങനെ ആയത്. അപ്പൊ ഞങ്ങക്ക് രണ്ടുപേരും എന്താ ഇപ്പൊ അവസാനമായപ്പോ ഇങ്ങനെ എന്നുള്ളൊരു ഇതിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആയി. അപ്പൊ അവളുടെ പാരന്റ്സ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായി. എന്നിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നെ. ഹോസ്റ്റലിൽ കൊണ്ടുവന്നപ്പോ എനിക്ക് സ്റ്റെയർ കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ താഴത്തെ റൂമിലാണ് നിൽക്കുന്നത്. അപ്പൊ നോർമലി ഞങ്ങൾ മേളത്തെ റൂമിലായിരുന്നു, സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അപ്പൊ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു റൂമിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആയി. അപ്പം മൊത്തത്തില് റൂം മാറി, എന്റെ എൻവയോൺമെന്റ് മാറി, എന്റെ പഠിക്കുന്ന ഷെഡ്യൂൾ മാറി. എനിക്ക് ഇരിക്കുന്നിടത്തുനിന്ന് മാറാൻ പറ്റുന്നില്ല. ബാത്റൂമിൽ പോകുന്നെങ്കിലും എന്തിനും എനിക്കൊരു ഹെൽപ്പ് ആവശ്യം എന്ന് തോന്നി. എനിക്ക് ഇവളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി ഹോസ്റ്റലിൽ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുക, ഫുഡ് എടുത്തുകൊണ്ട് വരിക, ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി നിർത്തുക. കാരണം അവർക്കും അറിയാം ഞങ്ങൾക്ക് ഇനി 2 ആഴ്ചയുള്ളൂ, അവർക്കും ഇനി 2 ആഴ്ചയുള്ളൂ. അപ്പൊ ആ സമയത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി വിഷമം. അപ്പൊ രാത്രി ദിവസങ്ങളിൽ ഞങ്ങൾ എപ്പോഴും ഇരുന്ന് കരച്ചിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഒരു ദിവസം വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കണം, വീട്ടിൽ എന്തായാലും പോകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം റംഷാദ് സാറും ഇജാസ് സാറും ഒക്കെ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇപ്പൊ കണ്ടീഷൻ കുറച്ച് മോശമാണ്, ഒന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുത്തെ എൻവയോൺമെന്റ് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ ഡീൽ ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ആള് വന്നു. ഞങ്ങള് ഇവിടെ അടുത്ത് തന്നെ ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്ത് ഞങ്ങള് അങ്ങോട്ടേക്ക് മാറി. ഒരു 1.5 ആഴ്ച ഞങ്ങള് അവിടെ തന്നെ ആയിരുന്നു. അവിടെ ആ റൂമിൽ നിന്നിട്ടാണ് ഞങ്ങൾ ടെസ്റ്റ് സീരീസ് എഴുതുന്നതും ക്ലാസ്സിന് വരുന്നതൊക്കെ. അങ്ങനെ കുറച്ചുനാള് പോയി. പിന്നെ 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പ്ലാസ്റ്റർ മാറ്റി ബാൻഡേഡ് ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു കൊണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങ് പോയി. പിന്നെ ഇവിടെ ഹോസ്റ്റലിൽ വന്നേ പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ TIFR-ന്റെ എക്സാം. ശരിക്കും ഞങ്ങൾ അങ്ങനെ TIFR പ്രിപ്പയർ ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് നെറ്റ് മതി എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ ഇജാസ് സാർ പറഞ്ഞത് നെറ്റിന് മുന്നേ ഉള്ള ഒരു മോക്കായിട്ട് നിങ്ങൾ എടുക്കുക, TIFR പോയി എഴുതുക. അങ്ങനെ ഞങ്ങൾ പോയി എഴുതി. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് 2 പേർക്കും അത് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് അവിടെ ഇന്റർവ്യൂ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി, TIFR മുംബൈയിലും TIFR ഹൈദരാബാദിലും. ഡിസംബർ 18-നാണ് ഞങ്ങളുടെ നെറ്റ് എക്സാം വരുന്നത്. JRF അല്ല, നെറ്റ് ക്രാക്ക് ചെയ്യണം. അതായിരുന്നു ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കിന്റെ ഞങ്ങളുടെ ഒരു എയിം എന്ന് പറയുന്നത്. പക്ഷെ എക്സാം എഴുതി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. എക്സാം വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല, ഒന്നും പ്രതീക്ഷ പോലെ നടന്നില്ല. അപ്പൊ എക്സാം കയ്യിൽ നിന്ന് പോയി ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോവാ ചെയ്തത്. അപ്പൊ ഞാൻ ഇൻസ്പയർ സ്കോളർഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് ഞാൻ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് പ്രൊവിഷണൽ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായി. അങ്ങനെ ഞാൻ CSIR നെസ്റ്റില് ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് January 13 എനിക്ക് അവിടെ ജോയിൻ ചെയ്യണമായിരുന്നു. അപ്പോ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പ്രസി തിരിച്ചിങ്ങോട്ടേക്ക് വരും, പക്ഷെ ഞാൻ വരില്ല. അങ്ങനെ ഒരു രീതിയിലാണ് തിരിച്ചു പോകുന്നത്. വീട്ടിലെത്തി ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ December 28 എന്തൊക്കെ ആയപ്പോൾ ആൻസർ കീ റിലീസ് ചെയ്തു. ആസ് യൂഷ്വൽ ആൻസർ കീ നോക്കിയപ്പോഴേക്കും ശരിക്കും എക്സാമിന് കയ്യിൽ നിന്ന് പോയാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോ ആകെ ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് ദിവസം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോ നിർത്തിപ്പോവാന്ന് വിചാരിച്ച് ഞാൻ തത്കാലം ബുക്ക് ചെയ്ത് തിരിച്ച് January 1 ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരെ ഉണ്ടായി. ഗേറ്റ് എക്സാം എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം, ഇനി ഗേറ്റ് എങ്കിലും എഴുതണം എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോ തിരിച്ചു വന്നു. ഞാൻ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോ പ്രസീം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി. ഞങ്ങൾ വീണ്ടും പഴയ പോലെ കമ്പൈൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ പക്ഷെ ഞങ്ങൾ കുറച്ചുകൂടി കൂളായിട്ടാണ് അപ്രോച്ച് ചെയ്തത്. ഒരു എക്സാം അത്രത്തോളം ഹിറ്റ് ചെയ്തതുകൊണ്ട് കുറച്ചുകൂടി കൂളായിട്ട് നന്നായിട്ട് എഴുതണം എന്നുള്ള രീതിയിൽ PYQs കുറെ വർക്ക്ഔട്ട് ചെയ്തു, കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഗേറ്റിന് എന്ന് പറയുമ്പോൾ ഞങ്ങള് എന്തായാലും എക്സ്ട്രാ എന്തായാലും ഒന്നും പഠിക്കണ്ട. കാരണം നെറ്റ് എഴുതിയപ്പോ നമുക്ക് തോന്നി എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണോ. ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അപ്രോച്ച് ചെയ്യാനും പറ്റുന്നുണ്ട്, പക്ഷെ അവസാനത്തെ ആൻസറിലേക്ക് എത്തുന്നില്ല. കിട്ടിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നറിയില്ല. ഞങ്ങൾ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇത്ര റേഞ്ചിൽ ഞങ്ങളുടെ മാർക്ക് വരും, സ്കോർ കാർഡിൽ ഇത്ര കാണും എന്നുള്ളൊരു ഉണ്ടായിരുന്നു. പക്ഷെ ഗേറ്റിന്റെ സമയത്ത് നമുക്ക് വിചാരിച്ചു എന്തായാലും കൂടുതൽ സബ്ജക്ട്സ് ഒന്നും ഇനി കവർ ചെയ്യുന്നില്ല, ഉള്ള കയ്യിലുള്ള സബ്ജക്റ്റിനെ ഒന്ന് സോൾവ് ആക്കാം. ഫിസിക്കലായിരുന്നു ഞങ്ങൾ മെയിൻലി നോക്കിയത്. അപ്പം കയ്യിലുള്ള ഫിസിക്കൽ എങ്ങനെയും കുറെ PYQs ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ഉള്ള സാധനത്തിനെ എങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു.
അവള് പറഞ്ഞ പോലെ ഞങ്ങള് കുറച്ചും കൂടെ കൂളായിട്ടാണ് ഗേറ്റിനെ അപ്രോച്ച് ചെയ്തത്. തിരിച്ചു വരണില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഗേറ്റിന്റെ സെന്ററിൽ നാട്ടിൽ കൊടുത്തു. അപ്പോ ഗേറ്റിന്റെ എക്സാമിന് 2 ആഴ്ച മുന്നേ ഞാൻ വെക്കേറ്റ് ചെയ്തു. ഒരാഴ്ച കണക്കാക്കി ഗൗരിയും വന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു നമ്മുടെ എക്സാം നടന്നത്. പൊതുവെ എക്സാം കഴിഞ്ഞപ്പോ വലിയ പ്രശ്നം ഉണ്ടായില്ല. എളുപ്പമാണോ പാടാണോ എന്ന് പറയാനുള്ള ഉദ്ദേശം അറിയില്ല. കാരണം NET ക്വസ്റ്റ്യൻസ് ഉണ്ടായി. അപ്പോ കറക്റ്റ് അവർ പറയുന്ന റേഞ്ചിനുള്ളിൽ നമ്മുടെ ആൻസേഴ്സ് വരികയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പം മാർക്ക് ഏത് ഡയറക്ഷനിൽ വരും എന്നുള്ള ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റില്ല. പക്ഷെ ക്വാളിഫൈ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അങ്ങനെ ഗേറ്റിന്റെ സ്കോർ വന്നു. എന്താ പറയാ, ഗൗരിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 84 ഉണ്ട്. അതായത് ഒരു 2 ഡിജിറ്റ് റാങ്ക് ഉണ്ട്. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 14 ഉണ്ട്. അപ്പോ ഞങ്ങൾ കൊടുത്ത എഫേർട്ടിന് എവിടേക്കോ തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു. അപ്പോ ഞാൻ ഇജാസ് സാറെ കോൺടാക്ട് ചെയ്തു. സാറോടാണ് ഞാൻ ഇങ്ങനെ സംശയങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറ്. സാറോട് ഞാനിങ്ങനെ ചോദിച്ചു, എന്താ സാർ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരിടത്ത് PhD ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവിടെ നിന്ന് അടുത്ത്, ഞാൻ ട്രിവാൻഡ്രത്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് അടുത്ത് ആക്സസിബിൾ ആയിട്ടുള്ള IISc-യിലും IIT മദ്രാസിലും ഐസെറ്റ് ട്രിവാൻഡ്രത്തും അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. സാറ് പറഞ്ഞിട്ട് ഞാൻ ഈ 3 സ്ഥലത്തും അപ്ലൈ ചെയ്തു. 3 സ്ഥലത്ത് ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. 3 സ്ഥലത്ത് എനിക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റി. 3 എനിക്ക് കോൾ ലെറ്റർ വന്നിട്ടുണ്ടായി. പ്രസി, ഞാന് ബിറ്റ്സ് മെസ്ട്ര, IISc, IIT പാലക്കാട്, ഐസെറ്റ് തിരുവനന്തപുരം, ഇപ്പോ IISTയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എനിക്കും 3 ഓഫർ ലെറ്റർ വന്നു. IISTന്റെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ലൈഫ് അത്ര നല്ല ഈസി ആയിട്ടൊന്നും അല്ല നിന്നേ. അത്യാവശ്യം നന്നായി സ്ട്രഗിൾ ചെയ്തിരുന്നു. പേഴ്സണലി എന്റെ കാര്യമാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് മാറി നിന്നൊരു കോച്ചിങ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ മെന്റൽ പ്രഷർ ഉണ്ടായിരുന്നു. കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ടൈപ്പിലാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായി. അത് മാത്രമല്ല, ഞങ്ങൾ ഒരു വർഷത്തെ ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് അടുത്ത കോച്ചിങ്ങിനായിട്ട് വരുന്നത്. അപ്പോ ഞങ്ങളുടെ കൂടെ പഠിച്ചവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണുണ്ട്, ജോലിക്കായി നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സെൽഫ് ഡൗട്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങള് കറക്റ്റ് ട്രാക്കിലാണോ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, എന്തേലുമൊക്കെ എത്തുവോ എന്നൊക്കെ. അപ്പം ചില സമയത്ത് കയ്യിൽ നിന്ന് പോയി കരഞ്ഞിട്ടൊക്കെ പോയി റംഷാ സാറിനോടും ഇജാസ് സാറിനോടൊക്കെ സംസാരിക്കും. അപ്പൊ അവരെന്നെ ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾ ശരിയാ ചെയ്യുന്നത്, റൈറ്റ് ട്രാക്കിലാണ്, ഇപ്പൊ ചെയ്യുന്നതിന്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോ കിട്ടിയില്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടും. നെറ്റ് മാത്രമല്ല, ഗേറ്റ് ആണ്, രണ്ടും നോക്കണം, രണ്ടും കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം വരുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പിടിച്ചു നിർത്തിയത് ശരിക്കും അവർ തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങള് ഈ ഒരു ജേർണി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. ശരിക്കും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ ഒത്തിരി സിലബസ് കവർ ചെയ്യാനുണ്ട്. അതിന്റെ എല്ലാത്തിനും പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാനുണ്ട്. പല PYQs ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ ഞങ്ങൾ ആ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നത്, ഫൈനൽ ടെസ്റ്റ് സീരീസ് ആവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ കാരണം ഞങ്ങൾ ഇവിടെ ഓഫ്ലൈനിലെ ബെഞ്ചിൽ വന്നതിന് ശേഷമാണ്. ഞങ്ങളിവിടെ ആദ്യം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് റംഷാദ് സാർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നല്ല ക്യാമ്പസ് ആണ്, കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പോയാലും തിരിച്ചിടയ്ക്ക് ഇവിടെ നിൽക്കാനൊക്കെ വരാറുണ്ട്, കുട്ടികളെ ബാക്കി അടുത്ത ബാച്ചുകാരെ കാണാനൊക്കെ വരാറുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ കോച്ചിങ് സെന്ററിൽ എന്താണുള്ളത്, ഇവിടെ എന്തിനാണ് ഇപ്പൊ പോയ ആളുകളൊക്കെ തിരിച്ചു വരുന്നത്, അങ്ങനെ നിൽക്കാൻ വേണ്ടി മാത്രം എന്താണ് ഒരു കോച്ചിങ് സെന്ററിലുള്ള ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ ശരിക്കും ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ തയ്യാറാണ്. ഇവിടെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ സാറിനെ കാണാനോ ഒക്കെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോംലി ഫീൽ കിട്ടാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, കുറെ ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, കുറെ പഠിക്കാനുണ്ടായിരുന്നു, കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പസിന് പറ്റിയിട്ടുണ്ട്. ഭയങ്കര നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ശരിക്കും നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാ ഫീൽ ചെയ്യുക. ഞങ്ങളിവിടെ G2 എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ് നിന്നത്. ശരിക്കും ഒരു വീട് പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ നെറ്റിലെ പിള്ളേർ മാത്രം നിന്നൊരു വീടാണത്. അപ്പോ ഇപ്പോഴും ഓർക്കുമ്പോ ഒരു സമാധാനമുള്ളൊരു അറ്റ്മോസ്ഫിയർ തരാനും അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി കുറെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഞങ്ങളിത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ഞങ്ങൾ നെറ്റിനൊരു ട്രൈ കൊടുത്തില്ലല്ലോ, ഒന്ന് ശ്രമിക്കാത്തത് കൊണ്ട് കിട്ടിയില്ലല്ലോ, അങ്ങനെ ഒരു റിഗ്രറ്റ് വരാതിരിക്കാനാണ് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരുന്നത്.
എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ ഈ എക്സാം കിട്ടിയേനെ എന്ന് ചിന്തിക്കരുതെന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. കിട്ടണം എന്നതിലുപരി ഞങ്ങളുടെ മാക്സിമം ഇടുക, അങ്ങനെ ഒരു മനസ്സിലാണ് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തത് മുഴുവൻ. നെറ്റ് എക്സാം കഴിഞ്ഞ് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ. കാരണം ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് കിട്ടാതായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നല്ല വിഷമത്തിലായിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ചതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും, നമ്മൾ കൊടുത്തതൊക്കെ എവിടെന്നെങ്കിലും തിരിച്ചു കിട്ടും എന്ന് ശരിക്കും ലൈഫ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നെ കൺസെപ്റ്റ് ഡ്രിവണായി പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് വെറുതെ എക്സാം ഓറിയന്റഡ് മാത്രമല്ലാതെ ഇന്റർവ്യൂസിനൊക്കെ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് ഇവിടെ ഞങ്ങൾ അത്രയും മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടാണ്. വെറുതെ പ്രോബ്ലംസ് ചെയ്യുക, വെറുതെ ഇക്വേഷൻസ് പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക, അതല്ല ഇവിടെ നടക്കുന്നത്. ഓർഗാനിക് ആണെങ്കിലും ഇനോർഗാനിക് ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ഒക്കെ തന്നെ അവർ നന്നായി റെഫർ ചെയ്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി നമുക്കും ഉണ്ടാവും തിരിച്ച് ആ റിസൾട്ട് കൊടുക്കണം എന്നുള്ളത്. ഇവിടെ ഫുൾ ടൈം പഠിത്തം അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല, അതിന്റെ ഇടയ്ക്ക് റിലാക്സേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് കുറച്ച് സ്ട്രെസ് കൂടുമ്പോഴത്തേക്ക് സാറ് ഞങ്ങളെ ചായ കുടിക്കാൻ കൊണ്ടുപോകും. ഇടയ്ക്ക് ഊട്ടിയിൽ ട്രിപ്പൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി. പിന്നെ ഇവിടെ അടുത്ത് കക്കാടംപൊയിൽ എന്ന് പറഞ്ഞൊരു മലയുണ്ട്, അത്യാവശ്യം ഒരു ട്രക്കിംഗ് ഒരിത് കിട്ടുന്ന മലയാ, നല്ലതാ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുടെ അവിടെ പോവാറുണ്ട്. അപ്പോ ഒരു 6 മാസക്കാലം ഫുൾ സ്ട്രഗിൾസ് ആണെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ അത്യാവശ്യം ഇവിടെ ജീവിച്ചു എന്ന് പറയാനായിട്ട് കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് നാട്ടിൽ പോകുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും തോന്നും. അപ്പൊ ബെൻസില് വന്നതിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല. വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നിൽക്കുന്ന പ്രസീതയും ഗൗരിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഞങ്ങളിപ്പോ IISc-യിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞങ്ങളിപ്പോ ആലോചിക്കുന്ന, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഓഗസ്റ്റിൽ ഞങ്ങളോട് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത വർഷം ഓഗസ്റ്റിൽ ഞങ്ങള് PhD എടുത്ത് ടോപ്പ് 1 യൂണിവേഴ്സിറ്റിയില് ഇന്ത്യയുടെ അവിടെ എൻറോൾ ചെയ്യും എന്നുള്ളത്.